ഹലോ, വെൽക്കം ബാക്ക് ടു പൊമ്മി അപ്പു വ്ലോഗ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, റൂമൊക്കെ മെസ്സായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഒരു പാക്കിങ്ങിലാണ്. ഞാൻ ബാംഗ്ലൂർ പോവാണ് അപ്പൂൻ്റെ അടുത്തേക്ക്. അതിനുള്ള പാക്കിങ് റെഡി ആയിക്കോണ്ടുണ്ട്. അപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് എൻ്റെ ബാഗിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അപ്പൻ്റെ ഒരു ഡ്രസ്സും ഷൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ലഗേജ് കണ്ടിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് അവിടെ ഒന്ന് സെറ്റിൽ ആവാൻ പോയതാണോ അങ്ങനെയല്ല. അങ്ങനെയൊന്നുമില്ല, ഒരു 2 മന്തിലേക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നോക്കാന്ന്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കാമെന്ന് വെച്ചിട്ട്. ബിക്കോസ് ഞങ്ങൾ നിൽക്കാൻ കഴിഞ്ഞിട്ട് 6 years ആയി. പക്ഷെ ഇതുവരെ കൂടുതൽ ഞങ്ങൾ മാറിയാണ് നിന്നത്. കൂടുതൽ ഞാൻ അപ്പൂൻ്റെ ഫാമിലിൻ്റെ ഒപ്പമാണ് നിന്നത്. സോ ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാനുള്ള രണ്ടാൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു 2 മന്തിലേക്കാണ് വന്നത്. പിന്നെ എനിക്ക് ഇങ്ങനെ ജോബൊക്കെ സെറ്റ് ആകുന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നോക്കാന്ന്. അങ്ങനെ ഇതാ ബബ്ലിയും ബല്ലയും കളിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോയാലും എനിക്ക് ഉമ്മാനെയും ഫൈമാനെയും പിന്നെ ഈ രണ്ടാളെയും എനിക്ക് നല്ലോണം മിസ്സാവും. അപ്പോൾ അവർ കളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതാ ഈ ചെരുപ്പില്ല, ഇത് ഞാൻ കുറച്ച് മാസമായി എടുത്തിട്ട്, പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ മഴയെല്ലാം ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ട. സോ ഞാൻ വിചാരിച്ച് പോകുമ്പോൾ എന്തായാലും അത് എടുക്കാന്ന്. പിന്നെ മേലൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. കുറേ ഇങ്ങനത്തെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി ഞാൻ. പിന്നെ ഇനി വെള്ളം ഒഴിക്കാൻ ആരും ഉണ്ടാവില്ല. സോ ഞാൻ നൈറ്റ് ഫുള്ള് ഉറങ്ങിയിട്ടില്ല. മോർണിംഗ് 11:30ക്കാണ് ട്രെയിന്. സോ ഞാൻ നൈറ്റ് ഉറങ്ങിയിട്ടില്ല. രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ലഗേജ് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇതാ ഞാൻ എൻ്റെ ബ്രദറിനെ വെയിറ്റ് ആക്കുന്നുണ്ട് എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവര് ലേറ്റായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വരണമെന്ന്, പക്ഷെ അവർ ലേറ്റായി. പിന്നെ ബ്ലോക്കിലും കാര്യങ്ങളിലെല്ലാം പെട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞാൻ ഫുള്ള് സ്ട്രെസ്സായിട്ടുണ്ടായി. എങ്ങനെയോ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോവാൻ വിചാരിക്കുമ്പോൾ ഓരോരോ തടസ്സങ്ങളാണ് വരുന്നത്. സോ അങ്ങനെ ഫൈനലി ഞങ്ങളതാ അവർ വന്നിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവിടെ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് ഇവർക്ക് ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയില്ല. സോ അങ്ങനെ പെട്ടിട്ട് നമ്മുടെ ട്രെയിന് മിസ്സായി. അതാണ് യഥാർത്ഥ സംഭവം. എനിക്ക് നല്ല സങ്കടം വന്ന് ഇറിറ്റേറ്റായി. ഞാൻ ഭയങ്കര സാഡായി. ഞാൻ ആ ടൈമിൽ തന്നെ പിന്നെ അപ്പൂനോടെല്ലാം കാര്യം പറഞ്ഞിട്ട് ഇവിടുന്ന് ഇവരെന്നെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, പിന്നെ രാവിലെ തന്നെ വന്നതല്ലേ, നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ട. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് എന്നിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിൽ പോയത്. പക്ഷെ ഞങ്ങൾ 11:30ക്ക് മോർണിംഗ് ഇവിടുന്ന് ഒരു 10 o'clock കഴിഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് എൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയം എന്ന് വെച്ചാൽ നൈറ്റ് 11:10-നാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതുവരെ ഞങ്ങൾ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഈവനിങ് 4 മണി വരെ ഞങ്ങൾ പുറത്ത് തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ഇവരെ അകത്തേക്കാക്കി. പിന്നെ ഞാൻ പറഞ്ഞു ഉമ്മയും രാവിലെ തന്നെ വന്നതല്ലേ, അപ്പൊ ഉമ്മയും അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന്. അങ്ങനെ അവിടെ എയർപോർട്ടിൽ ഞാൻ കുറേ നേരം പോസ്റ്റായി. പക്ഷെ എനിക്ക് ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒന്നും അധികം ഇല്ല. എന്താന്ന് വെച്ചാൽ ഇങ്ങനെയെല്ലാം ആയിട്ട് എൻ്റെ മൈൻഡ് ഫുള്ള് സ്ട്രെസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഞാൻ അവിടെ ആശ്രമിലേക്ക് പോയിട്ട് ഷോള് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് മിറർ കൊണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫോണിലേക്ക് പുതിയ കവർ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ഞാൻ പിക്ക് എടുക്കണം കുറേ വിചാരിക്കുന്നു. പക്ഷെ ഇന്നാണ് നടന്നത്. അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ഇന്നത്തെ ഒരു ഡേ തന്നെ എനിക്ക് ഭയങ്കര സാഡുള്ള ഡേ ആണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ട്രെയിനിൽ പോയാൽ ഇവിടേക്ക് ഒരു നൈറ്റ് ഒരു 8-8:30 ആകുമ്പോൾ എത്തും. പക്ഷെ എനിക്ക് ഫ്ലൈറ്റ് തന്നെ 11:10-നാണ്. പിന്നെ ഞാൻ എത്തുന്നത് 12:20-നാണ് ഇങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്.
എന്നാലും കുറെ ലേറ്റ് ആയല്ലേ, അങ്ങനെ അപ്പം കുറെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ്, സാരില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാനുള്ള ഒരു പ്ലാനിൽ. ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നത്. ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ അപ്പം ഇങ്ങനെ സംസാരിക്കാറുണ്ട്, എന്താ ഏതാണ് എന്തായാലും ഫ്ലൈറ്റിൽ വരണം അങ്ങനെയൊക്കെ. പക്ഷെ ഇതൊരു നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നത്. അപ്പോൾ അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളോ ഇതൊന്നും പ്രൊസീജിയറോ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അവിടേക്ക് പോയിട്ട് ചോദിച്ചപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് നടന്നത്. പിന്നെ കുറേ നേരം ഞാൻ അവിടെ പോസ്റ്റ് അടിച്ചിട്ടിരുന്ന് എന്താ 11:10 അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ആ ടൈം ആകുമ്പോൾ ഒരു 8 o'clock ആകുമ്പോൾ പോവാന്ന് വെച്ചിട്ട്, പിന്നെ ലഗേജ് ചെക്ക് ഇൻ ചെയ്യാനെല്ലാം ഉണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്താണ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ടെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫോണും ചാർജിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കാണാൻ നല്ല രസമുണ്ട്. എയർപോർട്ടിൻ്റെ അകത്താണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റിങ്സും കാര്യങ്ങളെല്ലാം ആയിട്ട്. പിന്നെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണം അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടുണ്ടായി. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ വേറെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇതെന്തോ ഇൻഡിപെൻഡൻസ് ഡേ ഭാഗമായിട്ട് വെച്ചതായിരുന്നു, അങ്ങനെ എന്തോ തോന്നുന്നു. അന്ന് അവിടെ പ്രോഗ്രാം എന്തോ ഉണ്ടായിരുന്നു. ഞാൻ പുറത്തിരിക്കുമ്പോൾ ക്ലാപ്പിൻ്റെ സൗണ്ടും പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. ബലൂൺസൊക്കെ വെച്ചിട്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഒരു ആക്ട്രസിനെ കണ്ടു. ആ ടൈമിൽ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് കോളിലായിപ്പോയി. മഹിമ എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ആക്ട്രസ്. ആ ഒരു നടീനാണ് ഞാൻ കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട്, പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ കോളിലുണ്ടായി. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി അവരൊക്കെ ഫോട്ടോ വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ബിക്കോസ് നൈറ്റൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് സ്ട്രെസ്സായി, നല്ല ഹെഡേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടീ എല്ലാം കുടിച്ചിട്ട് ഓക്കെ ആയി. അപ്പോൾ നല്ല വെയിറ്റിങ്ങിലാണ്, കട്ട പോസ്റ്റിലാണ്. കാരണം അവർ സംസാരിക്കാൻ ആരുമില്ല. പിന്നെ വീട്ടിൽ നിന്ന് കോൾ ചെയ്തിട്ട് എന്തായി എങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പം കോൾ ചെയ്തിട്ട് എങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ വിശേഷം അങ്ങനെയൊക്കെ. അങ്ങനെ ഫൈനലി ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ജോബ് നോക്കണമെന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരാൾ മാത്രം ജോബ് ചെയ്തിട്ട് ഒരു കാര്യം നടക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിലത്തെ കാര്യമാണെങ്കിലും പിന്നെ അപ്പോൾ മാത്രമല്ലേ ഒരു ബോയ് ആയിട്ടുള്ളത് വീട്ടിൽ. സോ അപ്പോൾ എല്ലാ കാര്യം ഒരാൾ തന്നെ നോക്കണം. എൻ്റെ കാര്യമാണെങ്കിലും വീട്ടിലത്തെ കാര്യമാണെങ്കിലും അപ്പൻ്റെ കാര്യമാണെങ്കിലും. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു ജോബ് അത്യാവശ്യമാണ്. ഇൻഷാല്ലാ എല്ലാം സെറ്റാന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ട്രെയിനിൽ പോകുന്നത് കൊണ്ട് അതിനെ പറ്റി ലഗേജ് കാര്യങ്ങളൊക്കെയാണ് എടുത്തോണ്ട് പോയത്. പക്ഷെ ഫ്ലൈറ്റിൽ പോകുന്ന അറിയുന്നില്ല, അപ്പോൾ ഒന്നും കൂടി പാക്ക് ചെയ്യാമായിരുന്നു. സോ അവിടുന്ന് ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങിച്ചിട്ട് മേലേക്ക് പോയി അവിടെ ഇരുന്നിട്ട് പിന്നെ അവിടെയും കുറച്ച് വെയിറ്റാക്കി. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായി. പക്ഷെ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര റേറ്റും കാര്യങ്ങളെല്ലാം. സോ അങ്ങനത്തെ തന്നെ ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ പിന്നെ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ആള് ബാംഗ്ലൂർക്ക് തന്നെയാണ് പോകുന്നത്. സോ ഞാൻ അവരുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചിട്ടിരുന്നു അവിടെ. പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറി. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്താ കാര്യം ഇങ്ങനെയൊന്നും അറിയില്ല. പിന്നെ കുറേ ആൾ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ നല്ല പേടിയാവുന്നെന്ന്. സോ അതുകൊണ്ട് എന്തോ പോലെ ഒരു നെർവസ് പോലെ ആവുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് പോവാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ
കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുമല്ല, ഇങ്ങനെ എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ എന്തൊക്കെയാ ചെയ്യണം കാര്യങ്ങളൊക്കെ നമുക്ക് ഗൈഡ് ചെയ്ത് തരും. അപ്പൊ അത് ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഞാന്. ഇതൊക്കെ പറയുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കറക്റ്റ് എക്സിറ്റ് വിൻഡോ സീറ്റാണ് കിട്ടിയത്. ഒന്നറിയാത്ത എന്നോട് തന്നെ എക്സിറ്റില് അവിടെ ഇരിക്കാനാണ് എനിക്ക് കിട്ടിയത്. അതാണ് ഏറ്റവും വലിയ കോമഡി. പിന്നെ ഞാൻ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവരിങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നതൊക്കെ കേട്ടിട്ട് അവിടെ തന്നെ അന്തം വിട്ട പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉള്ളിൻ്റെ അകത്ത് ഒരു പേടിയുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുക അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ തവക്കൽ അല്ലാഹ് പറഞ്ഞിട്ടാണ് പോയത്. ഫ്ലൈറ്റ് റൺ ചെയ്യാൻ സ്റ്റാർട്ടായി. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത് മൂവ് ആവുന്നതൊന്നും എനിക്ക് വലിയ ഒരു ഫീലൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ടേക്ക് ഓഫ് ആവുമ്പോൾ എനിക്കതൊരു എന്താ പറഞ്ഞാൽ എനിക്കത് വലിയൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണെന്ന് അറിയില്ല, എനിക്ക് മാത്രമാണോ അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ലേ? ഒരു ചെറിയൊരു വൈബ്രേഷൻ പോലെ ഉണ്ടായി, പക്ഷെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ മേലിങ്ങനെ പോകുന്ന പോലെ ഫീൽ ആവുന്നുമില്ല. അതെന്താന്ന് അറിയില്ല, എനിക്ക് മാത്രം അങ്ങനെയാണോ ഇനി എല്ലാവർക്കും ഇങ്ങനെയാണോ? പിന്നെ എൻ്റെ ചെവി ഒന്ന് എയറിൽ തന്നെ ക്ലോസ് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ നല്ല വ്യൂ ആയിരുന്നു. ഫുള്ള് ലൈറ്റും കാര്യങ്ങളായിട്ട് താഴെ ഫുള്ള് ഓരോ ബിൽഡിങ്സും ഇങ്ങനെ കുറെ ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ ലൈറ്റിങ്സ് ഒക്കെ ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പി ആവുന്ന ഒരു ഫീലായിരുന്നു. ആ ഒരു വ്യൂ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ സെയിം സംഭവം ലാൻഡ് ആവുമ്പോഴും ഉണ്ട്. അപ്പൊ അതും ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 1 hourന്റെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തായാലും ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പനെയും മീറ്റാവും. അങ്ങനെയുള്ള ആ ഒരു മൈൻഡിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒരു അത്യാവശ്യം ഗ്യാപ്പിലാണ് നമ്മൾ മീറ്റ് ആവുന്നത്. പിന്നെ അപ്പൊ വന്നാൽ തന്നെ കൂടുതൽ ദിവസം ഒന്നും നാട്ടിൽ നിൽക്കാറില്ല, വീണ്ടും ഇങ്ങോട്ട് വരും. അപ്പോൾ എനിക്ക് അവിടെ വീട്ടിലൊരു ഒറ്റക്കായ പോലെ ഒരു ഫീലാണ്. അവിടെ ഉമ്മാനൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു കംഫർട്ടില്ല. നമ്മളിപ്പോൾ മാരേജ് കഴിക്കുന്നത് നമ്മുടെ ഹസ്ബൻഡ് കൂടെ ജീവിക്കാനാണ്, പക്ഷെ ഞാൻ കൂടുതൽ ജീവിച്ചത് ഹസ്ബൻഡിന്റെ ഫാമിലിന്റെ ഒപ്പമാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ എനിക്കെന്തായാലും എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഒരു ജോബെല്ലാം സെറ്റ് ചെയ്യാൽ ഞാൻ ചിലപ്പോൾ ഇവിടെ നിൽക്കും, ഇല്ലെങ്കിൽ വീണ്ടും നാട്ടിലേക്ക് പോവും. പിന്നെ നമ്മളിങ്ങനെ 2 months ഒരിക്കൽ ഇങ്ങനെ നാട്ടിലേക്ക് പോവാം, അങ്ങനെയുള്ള പ്ലാനിലാണ് ഉള്ളത്. അപ്പോൾ നോക്കാം ഇൻഷാ അല്ലാഹ്, എല്ലാം അള്ളാന്റെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഈ ട്രെയിൻ ബുക്ക് ചെയ്ത കാര്യത്തിലൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായി. കാരണം ട്രെയിനെല്ലാം ബുക്ക് ചെയ്തിട്ട് അത് ക്യാൻസലായി പോയി, അത് റീഫണ്ട് ഒന്നും കിട്ടൂല. വെറുതെ ട്രെയിനിന്റെ ടിക്കറ്റും വേസ്റ്റായി. അപ്പോൾ അതും AC കമ്പാർട്ട്മെന്റാണ് ചൂസ് ചെയ്തത്, പക്ഷെ അതിന്റെ ക്യാഷ് വേസ്റ്റ് ആയി പോയി. പിന്നെ അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ വരാന് അല്ല എത്തിച്ചു, അത്രന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ ഫൈനലി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് ഞാനെന്താ ലാൻഡ് ചെയ്തും പറഞ്ഞിട്ട് എൻ്റെ ഫാമിലിനോടെല്ലാം മെസ്സേജ് അയച്ചിട്ടും എന്നെല്ലാം പറഞ്ഞു ലാൻഡ് ചെയ്തും. അപ്പൊ എല്ലാവരും പറഞ്ഞു ലാൻഡ് ചെയ്തോ, അപ്പനെ കണ്ടോ കിട്ടി. ഞാൻ പറഞ്ഞു ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് നിർത്തിയിട്ടൊന്നുമില്ല. ഫ്ലൈറ്റ് കുറേ നേരം ഇങ്ങനെ ഇവിടെ നിന്ന് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഫൈനലി ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ എയർപോർട്ടിലേക്ക് പോയത്. അവിടുന്ന് ലഗേജൊക്കെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ കുറേ ഫ്ലൈറ്റെല്ലാം ഞാൻ കണ്ട് അതിൻ്റെ വീഡിയോസ് എല്ലാം എടുത്ത് ഇങ്ങനെ എല്ലാം ലാൻഡ് ചെയ്തിട്ട് കുറേ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ അങ്ങനെ ഫൈനലി എയർപോർട്ടിലേക്ക് എത്തിയിട്ട് ലഗേജ് എല്ലാം എടുത്തിട്ട് വെച്ച് എനിക്ക് അവിടെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അവരന്ന് എൻ്റെ ലഗേജൊക്കെ എടുത്തിട്ട് എൻ്റെ ട്രോളിയിൽ വെച്ചിട്ട് തന്നു. പക്ഷെ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പേര് ചോദിക്കാൻ മറന്നുപോയി. കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പേര് ചോദിക്കാൻ മറന്നത് ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ അപ്പു പറഞ്ഞു അപ്പു എത്താൻ കുറച്ച് ലേറ്റ് ആവും, അപ്പൊ ഡ്യൂട്ടിയിലായിരുന്നു. സോ എത്താൻ കുറച്ച് ലേറ്റ് ആവും, നീ പുറത്തിറങ്ങേണ്ട, എയർപോർട്ടിൽ തന്നെ ഇരുന്നോ, ഞാൻ വന്നിട്ട് വിളിക്കാം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം അപ്പു എത്തിയിട്ട് ഇതാ ഞങ്ങൾ ഒന്നിച്ച് പോയി. പക്ഷെ അപ്പൊ വരുമ്പോ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. എനിക്ക് ലൈവായിട്ട് തന്നെ അപ്പൻ്റെ ആ ഒരു റിയാക്ഷൻ കാണുന്നുണ്ടായിരുന്നു. സോ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ട്, പക്ഷെ അപ്പൊ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നെ കാണുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, അതെന്തായാലും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അവിടുന്ന് പോയിട്ട് എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ റൂമിലേക്ക് 2 hours ദൂരമുണ്ട്. അങ്ങനെ ഞാൻ അതും കൂടെ, കാരണം എനിക്ക് ഭയങ്കര ടയർഡ് ആയിട്ടുണ്ടായിരുന്നു, ഉറങ്ങിയിട്ടുമില്ല, പിന്നെ നൈറ്റൊന്നും കഴിച്ചിട്ടും ഉണ്ടായിട്ട. അപ്പൊ എനിക്ക് ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ വരുമ്പോ തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വന്നത്. നമ്മൾ എന്താണോ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വരുന്നത് കൊണ്ട് തന്നെ ഒന്നിച്ച് കഴിക്കാൻ വെച്ചിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ പിന്നെ എയർപോർട്ടിലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഈവനിങ് ആയിട്ടുണ്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഫൈനലി റൂമിലേക്കെല്ലാം എത്തി. റൂമിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ മോർണിംഗ് 4 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.